ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ സീതേസ് കിച്ചൻ. ഇത് നോക്കിയിട്ട് ഇതെന്താണെന്ന് ഓർക്കുന്നുണ്ടാവും അല്ലേ? അപ്പോൾ അതന്നെ ഞാൻ ഒരു നല്ല അടിപൊളി ടേസ്റ്റിൽ ഒരു ചെമ്മീൻ ചമ്മന്തിപ്പൊടി ഉണ്ടാക്കാൻ പോവാണ്. പുറത്തേക്ക് കൊടുത്തു വിടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അത് ഞാനിങ്ങനെ ചെമ്മീൻ്റെ തലയും വാലും നുള്ളിയിട്ട് അത് നല്ല വൃത്തിക്ക് കഴുകിയിട്ട് ഉണക്കാൻ വെച്ചു. പക്ഷെ വെയിലില്ലാത്തത് കൊണ്ട് അധികം ഉണങ്ങിയില്ല. പിന്നെ ഞാൻ പാത്രത്തിൽ തന്നെ ഇട്ട് വറുത്തെടുത്തു കേട്ടോ. അപ്പോൾ ഇത് പുറത്തേക്ക് കൊണ്ടുപോകുന്നതായത് കൊണ്ട് ഞാനത് നല്ല വൃത്തിക്കാക്കി കൊടുക്കണമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ നമ്മളതെല്ലാം നല്ല വൃത്തിക്ക് വെള്ളത്തിൽ 2-3 വെള്ളത്തിൽ കഴുകിയിട്ട് വേഗം വെള്ളം ഊറ്റിക്കളയണം. എന്നിട്ട് ഉണക്കാൻ വേണ്ടി പുറത്ത് കൊണ്ടുവച്ചതാണ്. നോക്കുമ്പോൾ വെയിലില്ല. പിന്നെ 3 തേങ്ങ എടുത്തിട്ട് അത് പൊട്ടിച്ചിട്ട് അതിനെ കഷ്ണങ്ങളാക്കി. പിന്നെ ചെമ്മീൻ കൊണ്ടുവന്നിട്ട് പാത്രത്തിലിട്ടിട്ട് ഞാൻ വറുക്കാൻ തുടങ്ങി. അതിന് വേണ്ടി മുളക് എടുത്ത് വെച്ചിട്ടുണ്ട്, കരിവേപ്പില, ചെറിയ ഉള്ളി, ഇഞ്ചി. ഇഞ്ചിയും ചെറിയ ഉള്ളിയും കുറച്ചേ എടുത്തിട്ടുള്ളൂ. ഇപ്പം നമുക്ക് ഈ ചെമ്മീൻ വറുത്തെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ എള്ളെണ്ണയാണ് ഉപയോഗിച്ചത്. നല്ലോണം മൊരിയുന്ന രീതിയിൽ നമ്മളതൊന്ന് വറുത്തെടുക്കണം കേട്ടോ. അപ്പോൾ ഈ തേങ്ങ ഞാൻ കഷ്ണങ്ങളാക്കി മുറിച്ചത് മിക്സിയിലിട്ടിട്ട് അതൊന്ന് പൊടിച്ചെടുക്കാൻ വേണ്ടിയിട്ട്, എന്നാൽ എല്ലാം ഒരേപോലത്തെ പൊടിയായി കിട്ടുമല്ലോ, അത് വേണ്ടിയിട്ടാണ് ഫ്രണ്ട്സ്. ആയിട്ടില്ല ചെമ്മീൻ. ദിസ് വീഡിയോ സ്പോൺസർഡ് ബൈ ബൈമോട്ട് ഷോപ്പിംഗ് ആപ്പ്. ഫ്രണ്ട്സ്, ഈ വീഡിയോയിൽ പറയുന്ന പോലെ തന്നെ ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ആവശ്യമുള്ളവർ ആ ആപ്പ് ഡൗൺലോഡ് ചെയ്തിട്ട് വീട്ടിലേക്ക് ആവശ്യമുള്ള പ്രൊഡക്റ്റ് നമുക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റുന്നതാണ് കേട്ടോ ഫ്രണ്ട്സ്. എല്ലാ സാധനങ്ങളും, വീട്ടിലേക്ക് ആവശ്യമുള്ള എല്ലാ സാധനങ്ങളും ഈ ഇതിലുണ്ട്. ഓൺലൈനായിട്ട് നമുക്ക് മേടിക്കാം. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ വീഡിയോയിലേക്ക് പോവാം. ഇനി കുറച്ചും കൂടി അത് വറുക്കണത്ര. പിന്നെ അത് നമുക്ക് മാറ്റി വെക്കാം വറുത്തെടുത്തിട്ട്. പിന്നെ ഒരു ഉരുളി അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് കുറച്ച് എള്ളെണ്ണയും പിന്നെ ഇഞ്ചിയും ചെറിയ ഉള്ളിയും, ഞാൻ മുളക് ആദ്യം തന്നെ വറുത്തെടുത്തിട്ടുണ്ടായിരുന്നു. ആ എണ്ണയിൽ ഇഞ്ചിയും വെളുത്തുള്ളിയല്ല ചെറിയ ഉള്ളിയും ഇട്ടിട്ട് നല്ലോണം ഒന്ന് വഴറ്റിയിട്ട് അതിലേക്ക് നമുക്ക് പൊടിച്ച് വെച്ചിരിക്കുന്ന തേങ്ങ, കരിവേപ്പില ഇതെല്ലാം ഇട്ട് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് ബ്രൗൺ കളർ ആവുന്നത് വരെ നമുക്കതൊന്ന് വറുത്തെടുക്കാം കേട്ടോ. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് മെല്ലെ ഇളക്കി കൊടുക്കണേ, അടുക്കി പിടിക്കാൻ പാടില്ല. അതിൻ്റെ പാല് വറ്റുന്നത് വരെ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും. അതുകൊണ്ടാണ് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നമ്മളതൊന്ന് വറുത്ത് കൊടുക്കണം. ആവശ്യത്തിന് കരിവേപ്പില അതിലിട്ടിട്ടുണ്ട്. പിന്നെ ലാസ്റ്റ് ആകുമ്പോൾ നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന മുളകില്ലേ, അപ്പം നമ്മൾ തേങ്ങയെല്ലാം നല്ലോണം നിറം മാറിക്കൊണ്ട് വരുന്നുണ്ട്. അങ്ങനെ കളറ് മാറി വന്നിട്ടുണ്ട്. അപ്പം ഞാൻ മുളകും അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നമുക്കതൊന്ന് മെല്ലെ തന്നെ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ വറുത്തെടുക്കാം. കരിഞ്ഞു പോകാൻ പാടില്ല, കയ്പ്പ് രസം വരും. ഏകദേശം നമ്മളെ തേങ്ങയെല്ലാം വറുത്ത് ബ്രൗൺ കളർ ആയിട്ടുണ്ട്. ഇനി നമുക്കതൊന്ന് മിക്സി ജാറിലിട്ടിട്ട് അരച്ചെടുക്കാം. ഇത് ഞാൻ മുളക് വേറെ എടുത്ത് വെച്ചിട്ട് അത് ആദ്യം പൊടിച്ചെടുക്കാൻ വേണ്ടിയിട്ട്, എല്ലാം കുരു കടിക്കും, അതുകൊണ്ടാണ്. പിന്നെ നമ്മളെ ചമ്മന്തിപ്പൊടിയെല്ലാം ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നാലും കുറച്ചും കൂടി ഇട്ടിട്ട് നോക്കിയിട്ട് ഇട്ടിട്ട് നമുക്കതൊന്ന് പൊടിച്ചെടുക്കാം കേട്ടോ. നമ്മളെ ചമ്മന്തിപ്പൊടി ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഈ സമയത്ത് എന്തെല്ലാം വാളംപുളി ഞാൻ ഇട്ടിട്ടുണ്ടായി, അത് പറയാൻ മറന്നു പോയേട്ടാ. ഒരു നെല്ലിക്ക നെല്ലിക്ക വലിപ്പത്തിൽ വാളംപുളിയും ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളെ ചമ്മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഫ്രണ്ട്സ്. താങ്ക് യു.